ഹായ്, ഇന്നത്തെ വീഡിയോ പെട്രിയ ചെടികളെക്കുറിച്ചാണ്. ലാറ്റിൻ അമേരിക്കൻ സ്വദേശികളായ സുന്ദരി വള്ളിച്ചെടികളാണ് പെട്രിയ ചെടികൾ. അപ്പോൾ ഇവയുടെ കെയറിംഗ്, പ്രൊപ്പഗേഷൻ, പോട്ടിംഗ് മിക്സ് കൂടാതെ 3 വ്യത്യസ്ത നിറങ്ങളിലുള്ള പെട്രിയ ചെടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോ ഓഫർ എന്നിവ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്നവരെല്ലാവരും തന്നെ കൂടുതൽ പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനും കോംബോ ഓഫറുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സാൻഡ് പേപ്പർ വൈൻ എന്നും വിദേശികളിൽ ബ്ലൂ ജെയ്ഡ് വൈൻ എന്നും വിളിക്കുന്ന പെട്രിയ ചെടികൾ 3 വ്യത്യസ്ത നിറങ്ങളിലാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ലാവൻഡർ, വൈറ്റ്, പിങ്ക് നിറത്തിലുള്ള പെട്രിയ ചെടികളെ കോഞ്ചിയ എന്നും അറിയപ്പെടുന്നു. കൂടാതെ കരീബിയൻ മുന്തിരിവള്ളി, ഉഷ്ണമേഖലാ മുന്തിരിവള്ളി, പൂമ്പാറ്റവള്ളി എന്നീ പേരുകളിലൊക്കെ ഈ ചെടികൾ അറിയപ്പെടുന്നുണ്ട്. വളരെ ഈസിയായി തന്നെ നമ്മുടെ ഗാർഡനുകളിൽ പെട്രിയ ചെടികളെ നട്ടു വളർത്താവുന്നതാണ്. പൊതുവെ പടർന്നു പോകാൻ ഇഷ്ടപ്പെടുന്നവയാണ് പെട്രിയ ചെടികളെങ്കിലും വെട്ടി ഒതുക്കി കുറ്റിച്ചെടിയായും നമുക്ക് ഇവയെ നട്ടു വളർത്താവുന്നതാണ്. പെട്രിയ ചെടികൾ നടുമ്പോഴത്തേക്ക് നന്നായി വെയിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വേണം പെട്രിയ ചെടികൾ നടാനായിട്ട്. കൂടാതെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പെട്രിയ ചെടികൾ നടരുത്, കാരണം അതിൻ്റെ വേര് അഴുകി പ്ലാന്റ് നശിച്ചു പോകുന്നതിന് കാരണമാകും. പോട്ടിലാണ് നടുന്നതെങ്കിൽ നന്നായി ഡ്രെയിനേജ് ഉള്ള ചട്ടി വേണം നമ്മൾ ചെടികൾ നടാനായി ഉപയോഗിക്കാനായി. പെട്രിയ ചെടികൾ നടുന്നതിനായി അനുകൂല കാലാവസ്ഥയിൽ പ്രത്യേക തരത്തിലുള്ള പോട്ടി മിക്സുകളുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും പൂക്കൾ കിട്ടുന്നതിന് കുറഞ്ഞ ഏരിയ ആണെങ്കിൽ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നോർമൽ ഗാർഡൻ സോയിലും ചരലോടുകൂടിയ മണലും കോക്കോപീറ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ കരിയില മിക്സ്ചർ എന്നിവ ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ നട്ട് 1 മാസം കഴിയുന്നത് മുതൽ NPK, DAP വളങ്ങൾ നൽകുന്നത് പ്ലാന്റ് നന്നായി പൂക്കുന്നതിന് സഹായിക്കും. പിന്നെ ജൈവവളമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നട്ട് 1 മാസം കഴിയുന്നത് മുതൽ എല്ലുപൊടി, ചാണകപ്പൊടി, മുട്ടത്തോട്, തേയിലക്കൊത്ത്, കരിയില മിക്സ്ചർ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ചട്ടിയിലോ നിലത്തോ ആണെങ്കിൽ മണ്ണ് ചെറുതായി ഇളക്കിയതിന് ശേഷം മൂട്ടിൽ കൊടുക്കാവുന്നതാണ്. ഇത് പ്ലാന്റ് പെട്ടെന്ന് ഹെൽത്തിയായി വളരുന്നതിനും കൂടാതെ നല്ല രീതിയിൽ പൂക്കൾ തരുന്നതിനും സഹായിക്കുന്നു. കൂടാതെ പ്ലാന്റ് നട്ട് ഏറെ നാളായിട്ടും പൂക്കൾ വന്നില്ല എങ്കിൽ നന്നായിട്ട് പൂക്കുന്നതിനായി NPKയോ DAP വളങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 10 ദിവസത്തിൻ്റെ ഇടവേളകളിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ചെടികളും പൂവിടാറുണ്ട്. പെട്രിയ ചെടികൾക്ക് വെള്ളം ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി. പിന്നെ ചൂട് കൂടുതലുള്ള സമയങ്ങളിലാണെങ്കിൽ 2 നേരത്ത് നനയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 1 നേരം തന്നെ നന ധാരാളമാണ്. പെട്രിയ ചെടികളുടെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. നമുക്ക് സീഡ് മുളപ്പിച്ചും എയർ ലെയറിങ്ങിലും സ്റ്റെം കട്ടിങ്ങിലൂടെയും ഒക്കെ പെട്രിയ ചെടികളുടെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പെട്രിയ ചെടികൾക്ക് പിങ്ക് കളറിലുള്ളതിലും വൈറ്റ് കളറിലുള്ളതിലും പൊതുവെ സീഡ് കുറവാണ്. എന്നാൽ ലാവൻഡർ കളറിലുള്ള പെട്രിയ ചെടികൾ നമുക്ക് സീഡ് ലഭിക്കാറുണ്ട്. കൂടാതെ എയർ ലെയറിങ് മെത്തേഡാണ് കൂടുതൽ പെട്ടെന്ന് പൂക്കൾ കിട്ടുന്നതിന് നല്ലത്. അതുപോലെ സ്റ്റെം കട്ടിങ്ങും ഒരു 2-3 മാസങ്ങൾ കൊണ്ട് പൂക്കൾ ലഭ്യമാകുന്നു. പക്ഷേ സീഡ് മുളപ്പിച്ചുണ്ടാകുന്ന തൈകളിൽ പൂക്കൾ പിടിക്കുന്നതിന് ഒരു 8 മാസത്തെ ഗ്യാപ്പൊക്കെ വേണ്ടി വരുന്നുണ്ട്. കൂടുതൽ ലൈഫ് ഉള്ളത് എപ്പോഴും സീഡ് മുളപ്പിച്ച് കിട്ടുന്ന തൈകൾക്കാണ്. ഓരോ പൂക്കൾ തരുന്നതിന് ശേഷവും പ്ലാന്റ് ഹെൽത്തിയായി വരുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യുന്നതും വളപ്രയോഗം നൽകുന്നതും കൂടുതൽ നല്ലതാണ്. പെട്രിയ ചെടികളുടെ എല്ലാം തന്നെ പ്രത്യേകത ഒരുപാട് സമയം പൂക്കൾ നിൽക്കുന്നു എന്നുള്ളതാണ്. കൊഴിയാതെ ഒരുപാട് ദിവസം പൂക്കൾ നിൽക്കുന്നു. ലാവൻഡർ കളറിലുള്ള ചെടികൾ പൂത്ത് കഴിഞ്ഞാൽ 2 വീക്സ് വരെ നമുക്ക് ലാവൻഡർ കളറിൽ തന്നെ പൂക്കൾ കാണാൻ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലൈറ്റ് ഗ്രീൻ കളറിലോട്ടും അത് കഴിഞ്ഞൊരു ഗോൾഡൻ കളറിലോട്ടും പൂക്കൾ മാറും. ഈ ഗോൾഡൻ കളറിലോട്ട് പൂക്കൾ മാറിയതിന് ശേഷമാണ് ഇതിൽ വിത്തുണ്ടാകുന്നത്. മറ്റ് 2 പെട്രിയയും അത്യാവശ്യം സമയം നമുക്ക് 1 മാസത്തോളം നമുക്ക് പൂക്കൾ നിൽക്കാറുണ്ട്. ഓരോ പൂ കഴിഞ്ഞിട്ട് നന്നായി തന്നെ പ്രൂൺ ചെയ്ത് വയ്ക്കുന്നത് പെട്രിയ ചെടികളുടെ പുതിയ ശിഖരങ്ങൾ വരുന്നതിനും പുതിയ പൂക്കൾ വരുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ പൂന്തോട്ടത്തിലും പെട്രിയ ചെടികളെ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്രിയ ചെടികൾ ഇല്ലാത്തവർക്ക് നമുക്ക് 3 കളറിൻ്റെ ഒരു കോംബോ ഓഫർ ലഭ്യമാണ്. സിംഗിൾ പ്ലാന്റ് ആയിട്ടും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ 3 കളറിൻ്റെ കോംബോ ഓഫർ 299 രൂപ പ്ലസ് കൊറിയർ ചാർജിന് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാവരും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ.